ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷാൻ ഇവിടെ ഭയങ്കരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ്. ഇയാളെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഖത്തറിലായിരുന്നു വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. അപ്പൊ എനിക്ക് ഖത്തർ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞുള്ള ഇരിപ്പാണ് ഇത്. ഖത്തർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് ഖത്തർ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, അവർ റൂമിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പം സവാള ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പാൻ വെച്ച് അത് ചൂടായി അതിലേക്ക് കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്താവോ സംഭവം എന്നൊന്നും അറിയില്ല, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയാണ്. ഇതെല്ലാം കൂടി നമ്മുടെ പാനിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു റെഡിഷ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക, അപ്പൊ പെട്ടെന്നായി കിട്ടിക്കോളും. ഈ ട്രിക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ കുക്കിംഗ് കാണാൻ അമ്മുക്കുട്ടി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. സവാള ഇത്രയും വഴണ്ടി വരുമ്പം അതിലേക്ക് ടൊമാറ്റോ ഇട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാട്ടോ, എത്ര എരിവ് വേണം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും മസാലാസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൽ വേറൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അത് പൊടിച്ചെടുത്തതാണ്. അപ്പം അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മസാലാസിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് പോയി വരുന്ന സമയത്ത് പീസസായി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചിക്കനിലേക്ക് എല്ലാം മസാല ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ, ഞങ്ങൾ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയി. വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ച് വെച്ച് വേവിക്കുക. അത് ഞാൻ ടേസ്റ്റ് നോക്കുന്നതാണ്. അടിപൊളിയായിരുന്നു. ഒന്ന് വറ്റിച്ചെടുക്കണം.